ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ എക്സിൻ്റെ മൈനിങ് ഡിസംബർ മാസം, ഈ മാസം 4-ാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടോക്കൺ വിഡ്രോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ ഒരു ടോക്കൺ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തേണ്ടതുണ്ട്. അപ്പോൾ വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കാണുക. കണ്ടതിന് ശേഷം ആദ്യം വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഇന്ന് വന്ന ഒരു അപ്ഡേറ്റാണ്. നമ്മൾ മൈൻ ചെയ്ത് ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സീലിയ ടോക്കൺ വന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ നാളെ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഇന്നിവിടെ കാണാൻ കഴിഞ്ഞു. സീലിയയുടെ നാളെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങും. അപ്പോൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിയില്ല. ഡയറക്റ്റ് വാലറ്റിൽ നമുക്ക് വിഡ്രോ കിട്ടാനാണ് സാധ്യത. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നാളെ അത് ടെലഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ചെയ്യേണ്ട ഏതെങ്കിലും ഇതുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡോക്ടർ എക്സിൽ എങ്ങനെയാണ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വന്നിട്ട് ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ വന്നിട്ട് അല്പം റഷാണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ഈ സമയത്ത് ഇതിൻ്റെ KYC എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ട് നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതൊന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഒരുപക്ഷെ ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. വന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന മുകളിലുള്ള നിബന്ധനകൾ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആരംഭിക്കുക, സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജിൽ വരുമ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ പറയുന്നത് ഈ കാണുന്ന ആദ്യം തന്നെ സൺവേവ് വന്നിട്ട് ഇതിൽ ഇപ്പോൾ ടാസ്കുകൾ പൂർത്തിയാക്കണമെങ്കിൽ ഇതിൽ ഒരു 4-5 ആപ്ലിക്കേഷൻ ആൾറെഡി റൺ ആകുന്നുണ്ട്. അതെല്ലാം ജോയിൻ ചെയ്യണം. നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എല്ലാറ്റിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് സൺവേവിൽ പോകണം. സൺവേവിൽ പോയതിന് ശേഷം അവിടെ നമുക്കൊരു കോഡ് കിട്ടും. ആ കോഡ് നമുക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവരണം. കോപ്പി ചെയ്തതിന് ശേഷം അവിടെ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സൺവേവിലേക്ക് നമുക്ക് പോകാം. സൺവേവ് ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ കാണുന്ന ഈ വെരിഫിക്കേഷൻ കോഡ് നമുക്ക് കോപ്പി ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം മിനിമൈസ് ചെയ്ത് നമുക്ക് ഡോക്ടർ എക്സിലേക്ക് വരാം. ഡോക്ടർ എക്സിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഈ കാണുന്ന ഇവിടെ നമ്മുടെ ലിങ്ക് കൊടുക്കേണ്ട ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന റൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വരുന്നത് കാൾ ഫ്ലുവൻ്റ് എന്ന് പറയുന്ന ഇത് അവിടെ പോവുക. അവിടെ പോയതിന് ശേഷം സെയിം കാര്യമാണ് ചെയ്യേണ്ടത്. അവിടെയും പോയി പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സിൽ പോയതിന് ശേഷം വെരിഫിക്കേഷൻ കോഡ് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ കാൾ ഫ്ലുവൻ്റിൽ നമ്മൾ പോയതിന് ശേഷം അവിടെ നിന്നും കോഡ് കോപ്പി ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇവിടെ വരുന്ന സീൽ സാൻഡിൽ നിന്ന് സെയിം പ്രോസസ്സ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ സീൽ സാൻഡിൽ നിന്ന് ഞാൻ കോഡ് കോപ്പി ചെയ്തെടുത്ത് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഡീറ്റെയിൽ കാണിക്കാത്തത്. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ് അതിലേക്ക് പോകാം. സീൽ സാൻഡിൽ നിന്നും ഞാൻ കോഡ് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് കാണുന്നത് അടുത്ത് വന്നിട്ട് നോക്കുമ്പോൾ ക്രിപ്റ്റോ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഇതിൽ നമ്മുടെ നെക്സ്റ്റ് ആപ്ലിക്കേഷനിൽ നമ്മൾ പോകണം. അവിടെയും പോയതിന് ശേഷം എന്ത് വേണം, നമുക്ക് അതിൻ്റെ കോഡ് കോപ്പി ചെയ്തെടുക്കണം. അപ്പോൾ പുതിയ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോകാം. ക്രിപ്റ്റോ മായോർസ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഇതിലും പോയിട്ട് സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓപ്പൺ ചെയ്തതിന് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സിൽ പോയതിന് ശേഷം കോഡ് കോപ്പി ചെയ്തെടുക്കുക. കോഡ് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം മടങ്ങി നമ്മൾ എന്ത് ചെയ്യുക,
ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം സെയിം ഇവിടെ എന്ത് ചെയ്യുക, കോഡ് കൊടുക്കുക. നെക്സ്റ്റ് താഴെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതെന്ത് ചെയ്യുക, ഏറ്റവും താഴെ കാണുന്ന ഈ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് തെറ്റിപ്പോയാലും വീണ്ടും ചെയ്യുക. വീണ്ടും 3 പ്രാവശ്യം 24 മണിക്കൂറിനകത്ത് 3 പ്രാവശ്യം നിങ്ങൾക്ക് അവസരമുണ്ട്. 3 പ്രാവശ്യവും നിങ്ങളുടെ തെറ്റുകയാണെങ്കിൽ വീണ്ടും 24 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് വെരിഫിക്കേഷൻ പാസ്സായതായി കാണുന്നു. വീണ്ടും നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അതിനുശേഷം ഇവിടെ വരുന്നതാണ് നമ്മുടെ എക്സിൻ്റെ ഇത് ക്ലിയർ ചെയ്യാനുണ്ട്. എക്സിൻ്റെ ഇത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ലിങ്ക് നമ്മുടെ കോപ്പിയായി വരും. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നേരെ നമ്മൾ പോകേണ്ടത് നമ്മുടെ എക്സിലേക്ക് പോവുക. ട്വിറ്റർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പ്ലസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ പോസ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളവിടെ നിന്ന് കോപ്പി ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് ഇതെന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പോസ്റ്റ് ആകും. അത് എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ പോസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട ഈ കാണുന്ന ഷെയർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ഇത് ലിങ്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം അത് കോപ്പി ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് മടങ്ങി നമ്മുടെ സെയിം ഇതിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ മടങ്ങി വരിക. മടങ്ങി വന്നതിന് ശേഷം നമ്മുടെ കൊണ്ടുവന്നിരിക്കുന്ന ആ ലിങ്ക് എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് താഴെ കാണുന്ന ഈ റൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ എക്സിൽ പിന്തുടരുക. ഇവിടെ ഇതെല്ലാം മലയാളത്തിലാണ് കാണുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇംഗ്ലീഷിലാണ് കാണുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യും. ആൾറെഡി ഞാൻ ഇത് ജോയിൻഡ് ആണ്. വീണ്ടും മിനിമൈസ് ചെയ്ത് ഇറങ്ങുക. മിനിമൈസ് ചെയ്ത് അല്ലെങ്കിൽ റിട്ടേൺ ഇറങ്ങുക. റിട്ടേൺ ഇറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്ക് വരും. നെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇവിടെ മുകളിൽ ഹിയർ എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ റിട്ടേൺ ഇറങ്ങുക. ഓക്കെ, അപ്പോൾ ഇതിലെന്തോ സം മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ നമുക്ക് ചെയ്യേണ്ടത് വരും. അപ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങനെ എന്തു പറയുക, ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ അത് ചെയ്തു. വീണ്ടും എന്ത് ചെയ്യുക, ഇതിൻ്റെ എല്ലാ ട്വിറ്റർ ഹാൻഡിലുകളും ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തതിന് ശേഷം അപ്പോൾ ഈ കാണുന്നത് പോലെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഏറ്റവും താഴെ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു 15 സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആദ്യം അത് ഫെയിലായിപ്പോയി. രണ്ടാമത് വീണ്ടും ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ടാണ് സക്സസ് ആയത്. നമ്മൾ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്താലും ചിലപ്പോഴൊക്കെ ഇത് ഫെയിലാകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ എക്സ് വെരിഫിക്കേഷൻ പാസ്സായിട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ വന്നിട്ട് നമ്മുടെ ട്വിറ്റർ വെരിഫൈ ചെയ്യണം. ട്വിറ്ററിലേക്ക് പോയതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് അവിടെ നിങ്ങളുടെ ട്വിറ്ററിൻ്റെ യൂസർ നെയിം ഉണ്ട്, അത് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജോയിൻ ഓൺ ട്വിറ്റർ, അവരുടെ ട്വിറ്റർ ജോയിൻ ചെയ്യുക. IONൻ്റെ ട്വിറ്റർ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം മൾട്ടിവേഴ്സിൻ്റെ എക്സിൻ്റെ ട്വിറ്റർ, ടെലഗ്രാം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ടെലഗ്രാം ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ജോയിൻ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ടെലഗ്രാം വെരിഫിക്കേഷൻ പാസ്സാകും. അതിനുശേഷം നെക്സ്റ്റ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇനി വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നിങ്ങൾ ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഇമെയിൽ ID പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ആൾറെഡി എൻ്റെ കയ്യിൽ അക്കൗണ്ട് ഓപ്പൺ ആണ്. അതിനുശേഷം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഫോളോ ചെയ്യണം. ഇവിടെ ഫോളോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ആദ്യം നിങ്ങളുടെ കയ്യിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടാകണം. ഇത് ആൾറെഡി എൻ്റെ കയ്യിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. ഡെയിലി വരുന്ന ടാസ്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ആൾറെഡി ഇത് ചെയ്തിരിക്കുകയാണ്. ഇത് ഇവിടെ വന്നിട്ട് ഇത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ യെല്ലോ കളറിൽ ടിക്ക് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം മടങ്ങിപ്പോവുക. മടങ്ങിപ്പോയതിന് ശേഷം
ഇവിടെ നെക്സ്റ്റ് ഇവിടെ താഴെ കാണുന്ന ഇതിൽ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഐസ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോളോ എന്ന് പറയുന്ന ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഒന്നുകൂടെ പോവുക. പോയതിന് ശേഷം ഐസ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത് ഞാൻ ആൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ കാണുന്ന ഇവിടെ ബുള്ളിഷ് എന്ന് പറയുന്ന ഇവിടെയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇത് ഐസ് നെറ്റ്വർക്ക് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഞാൻ ആൾറെഡി ഇത് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തതിന് ശേഷം വീണ്ടും മടങ്ങി വരിക. മടങ്ങി വന്നതിന് ശേഷം ഈ കാണുന്ന ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്കിനി ചെയ്യേണ്ടതാണ് നമ്മുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്ന് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്തതിന് ശേഷം നമുക്ക് പോകേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയുടെ ഈ കാണുന്ന എക്സ് പോർട്ടൽ എന്ന് പറയുന്ന ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കണം. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ കാണുന്ന പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അഡ്രസ്സ് ഇവിടെ കാണാൻ കഴിയും. ഏറ്റവും താഴെയായിട്ട് ഈ കാണുന്ന ഈ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്തെടുക്കുക. മെയിൻ വാലറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഈ അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം മിനിമൈസ് ചെയ്യുക. മടങ്ങി വരിക. മടങ്ങി വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. ഏറ്റവും താഴെ കാണുന്ന കൺഫേം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വിജയിച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇത് നിങ്ങളെല്ലാം എന്ത് ചെയ്യുക, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ കണ്ടിന്യൂസ്ലി ആക്റ്റീവ് ആയിരിക്കും. ഒരു 12 മണിക്കൂറിലെങ്കിലും ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആക്റ്റീവ് ആയിരിക്കുക. അപ്പോൾ 4-ാം തീയതിയോടുകൂടി എൻ്റെ മൈനിങ് അവസാനിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ ഇപ്പം ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ റെഗുലർ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.